കണ്ടില്ലേ എൻ്റെ ഡെയ്സി കൊണ്ട് ഡെയ്സി ടവർ ഉണ്ടാക്കിയത്? ഇതാ ഇതുപോലെ പൂക്കും. ഇനി ഇതുപോലെ അങ്ങ് പൂക്കുമ്പോൾ ഇതൊന്നും നമ്മൾ കാണൂല, ഫുൾ പൂക്കളായിരിക്കും കാണുക. കണ്ടോ എൻ്റെ മനോഹരമായ പൂക്കൾ, ഡെയ്സി പൂക്കൾ. ഇനി ഞാൻ ഇതുകൊണ്ടൊരു ഡെയ്സി ടവർ ഉണ്ടാക്കുക കേട്ടോ. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല അടിപൊളി കളറാണ്. നോക്ക്, ഇതിൻ്റെ കളറ് കണ്ടാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നൂല. അപ്പം എനിക്ക് തോന്നി നമുക്ക് എന്താ ടവർ ഉണ്ടാക്കിയാൽ എന്താ നല്ല ഭംഗി, ഒന്നും കൂടി ഭംഗി ഉണ്ടാവുമല്ലോ. എന്നാൽ വരി നമുക്കൊന്ന് ടവർ ഉണ്ടാക്കാമല്ലോ ഡെയ്സി ചെടി വെച്ചിട്ട്. ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. നടിയിൽ ഇന്നൊരു പ്രത്യേകത ഉണ്ട്, ഇന്നൊരു കൗതുകമുള്ള നടിയിലാണ്. ഞാനിങ്ങനെ ഡെയ്സി പൂക്കൾ ഇങ്ങനെ ഭംഗിയിൽ ഉണ്ടാക്കുന്നല്ലാണ്ട് ഇത് നമുക്കൊന്ന് ടവർ ഉണ്ടാക്കിയാലോ, ഡെയ്സി കൊണ്ട് ഒരു ടവർ ഉണ്ടാക്കിയാലോ എന്ന് എനിക്കൊരു പ്ലാൻ വന്നു. അങ്ങനെ ഞാൻ കുറേ തൈകൾ ഉണ്ടാക്കി. തൈകൾ ആദ്യം വേര് പിടിപ്പിച്ചാൽ പിന്നെ ഈസി ആയിട്ട് പിടിപ്പിക്കാമല്ലോ. അങ്ങനെ ഞാൻ വേര് പിടിപ്പിക്കുന്ന രംഗം എങ്ങനെയാണെന്നറിയോ? വേര് പിടിപ്പിക്കുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരാം. ഞാൻ ആദ്യം തന്നെ ഒരു തൈ ഇങ്ങോട്ട് എടുക്കട്ടെ. വേര് പിടിപ്പിക്കാൻ ഈസിയാണ്. വേര് പിടിച്ചതും കാണിച്ചു തരാം. നല്ല ശക്തിയിൽ ഇങ്ങോട്ട് വലിച്ചെടുക്കണം. ഇതാ വേര് കണ്ടോ? ഈ വേര് ഞാൻ എങ്ങനെയാണ് ഞാൻ തൈ പിടിപ്പിച്ചതെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊന്നും നമുക്ക് ഡെയ്സി ടവർ ഉണ്ടാക്കാനൊന്നും കഴിയില്ല. അതിന് പ്ലാനിങ് മുൻകൂട്ടി വേണം. അങ്ങനെ ഞാൻ മുൻകൂട്ടി തന്നെ തൈകൾ ഉണ്ടാക്കിയിരുന്നു. ആ തൈകൾ ഉണ്ടാക്കിയ രീതി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത്. ഒരു പ്ലാവിൻ്റെ ഇല കൊണ്ടുവന്ന് കുമ്പിൾ കുത്തി, ഈർക്കിളിയായിട്ട് കുമ്പിൾ കുത്തി മണ്ണ് നിറക്കുക. കുറച്ച് മണ്ണ് നിറച്ചിട്ട് ഞാൻ തൈ എടുത്ത് കാണിച്ചു തന്നല്ലോ. ബിസ്മില്ലാഹിർ തൈ ഇതിലങ്ങ് വെക്കും. ഇതിലങ്ങ് വെച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ ഒരു ഡെയ്സി വേരുപിടിപ്പിക്കാൻ ഒരു 2 ആഴ്ചയൊക്കെ പിടിക്കും കേട്ടോ. അപ്പത്തിലേക്ക് നമ്മളെ ഈ പ്ലാവിൻ്റെ ഇല പഞ്ചറായിട്ടുണ്ടാവും. അതൊന്നും നോക്കണ്ട, നമുക്ക് പ്ലാവിൻ്റെ ഇല പെട്ടെന്ന് കമ്പോസ്റ്റ് ആവുമല്ലോ. അത് ഇതിനിങ്ങനെ വെച്ച് നനച്ച് കൊടുത്താൽ സൂപ്പറായിട്ട് ഡെയ്സി തൈകൾ ഉണ്ടാവും. അടിയിൽ കൂർപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സൈഡിലേക്ക് വെച്ചത്. കൂർപ്പുമ്പോൾ നിൽക്കൂല. ഇനി അതുകൊണ്ട് ഞാൻ 2 ആഴ്ച മുമ്പ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. വേര് പിടിപ്പിച്ച് വേരൊക്കെ നിറച്ച് വേരാ. ഞാൻ കളയാണ്ടിരിക്കുക. അതിനൊക്കെ വേരാ. ഒന്ന് കാണിച്ചു തരാം. വേര് തട്ടിയിട്ട് വേര് കളയാൻ എനിക്ക് സങ്കടം. ഇതെല്ലാം അങ്ങനെ നമുക്ക് ഈ പ്ലാവിൻ്റെ ഇല കുറച്ചൊക്കെ പഞ്ചറായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇറക്കി വെക്കാം. അങ്ങനെ ഞാൻ ടവർ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. ഇതിൻ്റെ ഭംഗി കൊണ്ട് എന്നോട് ഓരോരുത്തർ സംശയം ചോദിച്ചു ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്താണ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇനി ഞാൻ ഉണ്ടാക്കട്ടെ. നമുക്ക് ടവർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് പറയുമോ? ഒരു വലിയ ചട്ടി. ഈ വലിയ ചട്ടീൻ്റെ കനത്തിൽ അത് നിൽക്കേണ്ടത്. പിന്നെ ഒരു പൈപ്പിൽ നിൽക്കാൻ വേണ്ടി ഒരു ആണിയൊക്കെ തറച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 3 ചട്ടി. ഇത് ഡെയ്സി ആയതുകൊണ്ട് കുറച്ചിങ്ങനെ ശാഖകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറുതല്ല, കുറച്ചും കൂടി വലിയ പോട്ടാണ് എടുത്ത് കേട്ടോ. ഇതൊക്കെ എൻ്റെ പഴയതാ, ഞാൻ തേച്ച് വയ്ക്കിയതാ. ഇനിയിപ്പോൾ വൃത്തിയില്ല എന്ന് വിചാരിക്കും. നമ്മൾ പുതിയ തുടങ്ങുമ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇതിലേക്ക് അങ്ങ് ഇറക്കി വെക്കാം. ഞാൻ മണ്ണൊക്കെ ആദ്യമേ റെഡിയാക്കി വെച്ചിരുന്നു. ഒന്ന് ഉറച്ച് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മണ്ണൊക്കെ ആദ്യമായിട്ടാണ്. സാധാ മണ്ണ് ഞാൻ ഇതിൽ അങ്ങനെ പോട്ടി മിക്സ് ഒന്നും ചേർത്തിയില്ല. കാരണം ഉറച്ചവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ ഒന്ന് വെക്കുക കേട്ടോ. ഇനി ഒന്നും ആവൂല. എന്നിട്ട് അവിടേക്ക് നമ്മൾ ഇങ്ങനെ ഇറക്കി വെക്കുക. ഇത് താഴെ നിലത്ത് വെക്കുമ്പോഴേ നിങ്ങൾക്ക് തിരിയുള്ളൂ. ഇങ്ങനെ വെച്ചു. ഇതിലേക്ക് ഞാനിനി പോട്ടി മിക്സ് ഒക്കെ ഇട്ട് നിറക്കട്ടെ. ഒന്ന് ഇവിടെ വെക്കൂ, ഒന്ന് ഇവിടെ വെക്കൂ, ഒന്ന് ഇവിടെ വെക്കും. വെച്ച് കഴിഞ്ഞിട്ട് ഓരോന്ന് വെക്കുക. ഇനി ഞാൻ ആദ്യം തന്നെ നമ്മളെ സാധാരണ ക്രിയകളുണ്ടല്ലോ ഓരോന്ന് ചെയ്യുന്നത്, അതുപോലെ ചെയ്യട്ടെ കേട്ടോ. ഞാൻ ചകിരിച്ചോറ് എടുക്കട്ടെ. എന്നിട്ടൊന്നുമില്ല, വെല്ലിൻ്റെ ചകിരിയൊക്കെ ഉണ്ട്. പിന്നെ തേങ്ങ പൊളിച്ചിനി ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കുക. അപ്പോൾ കുറേ ചകിരി കിട്ടി. അപ്പോൾ ഞാൻ ബെഡിന് കുറേ റെസ്റ്റ് കൊടുത്ത്. നിങ്ങളെന്നെ കളിയാക്കലുണ്ടല്ലോ, അതുകൊണ്ട്. ഇനി നമുക്ക് കുറച്ച് മണ്ണിടട്ടെ. ഞാൻ അതിൽ ഇവിടെയൊക്കെ തിങ്ങിപ്പോയി, ഇതൊക്കെ എടുത്ത് മാറ്റട്ടെ. കുറച്ച് മണ്ണ്. എൻ്റെ മണ്ണൊക്കെ എൻ്റെ പഴയത് തന്നെ. പഴയതിലുള്ള കുറേയൊക്കെ എപ്പോഴും അതും ഇതും ഇട്ട് നിറക്കലല്ലേ. പ്ലാവിൻ്റെ ഇതിലൊക്കെ കുത്തി നിറച്ചിട്ട്. അപ്പോൾ
നല്ല വളമായി മാറിയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ഒന്നിൽ മാത്രമേ കാണിച്ചാൽ മതിയല്ലോ, ബാക്കിയുള്ള അതുപോലെയാണല്ലോ ചെയ്യുക. എല്ലാം ഒരേപോലെ ഞാൻ ചെയ്യുള്ളൂ. ഇത് ചീമക്കൊന്ന അങ്ങ് ഇട്ടാലെന്താ അറിയോ, ധാരാളം നൈട്രജൻ്റെ കലവറയാണ്. ഇപ്പം ചെടികൾ പിന്നെ അടിയിലുള്ള അത്ര ചീച്ചിലൊന്നും വരില്ല, വേരിന് നല്ല കരുത്തിൽ വളരും, നല്ല പച്ചിപ്പോട് കൂടി വളരും. അത് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയാൽ ഇത് നമുക്ക് വളമാണ്, ഒരു ജൈവ കീടനാശിനിയും കൂടിയാണ്. അപ്പം ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടികൾ അങ്ങനെ ഒന്നും ചീഞ്ഞു പോകില്ല, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. പിന്നെ അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പാറ പോലെ ഉറക്കൂര മണ്ണ്. ഇപ്പം നമ്മളെ വേരോട്ടം നല്ലോണം കിട്ടും. ഞാനേ പഴയത് എടുക്കുമ്പോൾ അതിലൊക്കെ ചകിരി ഇങ്ങനെ അങ്ങോട്ട് പോരുക കൂടുതലും. അങ്ങനെ മണ്ണ് തന്നെ നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞാൻ ഇതിലേക്ക് നടാൻ പോവുക കേട്ടോ. ഫസ്റ്റ് ഒന്ന് എടുക്കട്ടെ. ഇതാ ഇത് നമുക്കിനി നാളെ തൊട്ട് വെയിൽ കൊണ്ടാലും പ്രശ്നമൊന്നുമില്ല. വേര അനക്കാണ്ടൊക്കെ നിറയെ വേര, ഫുൾ വേര അതിൽ. ഇതാ കണ്ടോ, അടിയിൽ വേര് വന്ന് ഇതൊക്കെ പൊളിച്ച് പുറത്തേക്ക് ചാടിയവ പ്ലാവിൻ്റെ ഇല. പിന്നെ അത്രയല്ല അവർക്ക് ആയുസുള്ളൂ, വേഗം കമ്പോസ്റ്റ് ആവുമല്ലോ. ഇപ്പോൾ നടാൻ തുടങ്ങട്ടെ കേട്ടോ. ഫസ്റ്റിലെ ടവറിൻ്റെ തുടക്ക. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇനി ഇതിങ്ങോട്ട് ഉണ്ടാവുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കൂ, ഓരോ സ്റ്റെപ്പും ഞാൻ കാണിക്കൂ. ഇതിൻ്റെ വളർച്ച കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ കണ്ടൊരു സ്ഥലത്ത്, അങ്ങനെയാണ് എനിക്ക് ഈ ഐഡിയ വന്ന്. നല്ല വേനലാണ്, നമ്മൾ തന്നെ തളർന്ന് കുഴഞ്ഞു പോണ്. അപ്പം നമ്മൾ ചെടി നടുന്നവരോടൊക്കെ പറയുക 2 നേരം നനക്കണം, എന്നാൽ മാത്രമേ ഇതിന് ഒരു ഉഷാറ് കിട്ടൂ, ഉണർവാണല്ലോ. ഈ ചെടി എന്താ അറിയാം നിങ്ങൾക്ക്, ഇത് എവർഗ്രീൻ. ഇത് ഞാൻ നടണം എന്ന് വിചാരിച്ച് നിൽക്കുക, എപ്പം പച്ച നിൽക്കുന്ന ഇത് ഞാൻ നടണം. എനിക്ക് ഇവിടെ നടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അങ്ങനെ ഞാൻ ടവറിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇങ്ങനെ ഈ ചകിരി മേലേക്ക് എത്തിയെന്നപ്പം എനിക്ക് തിരിയാത്തതാ. 1 കഴിഞ്ഞു, ഇത്രയും വേണ്ടു. ഇവിടെ വേര് വന്ന് പ്ലാവിൻ്റെ ഇല അങ്ങ് മൂടിക്കഴിഞ്ഞാൽ ഇതാ പെട്ടെന്നായിക്കോളൂ. ഇനി അടുത്തത് 1 കഴിഞ്ഞല്ലോ. ഇനി അടുത്ത് ടവറിൻ്റെ ഇങ്ങനെ നിൽക്കും. ഇതിൽ തന്നെ ഉണ്ട് ചകിരി. നമ്മൾ മറ്റേ ചകിരി വേണ്ട, ഇവർക്ക് ഇതായിക്കോട്ടെ ഇട്ട്. പിന്നെ ചീമക്കൊന്ന ഇട്ട് എൻ്റെ ഡെയ്സി നിങ്ങൾ എന്ത് വള കൊടുക്കുന്നത്, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ പൂക്കൾ എന്നൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട് കേട്ടോ. എനിക്ക് ഈ ഡെയ്സിൻ്റെ ചെറിയ കമ്പ് തന്ന ആൾക്ക് ഇത്ര പൂക്കളില്ല, അതാ രസം. ആൾ തന്നതൊന്നും അല്ലായിരുന്നു, സ്വകാര്യം പറയാലോ. ഞാൻ അവിടുന്ന് കുറേ കൂടെ അന്ന് കാണാണ്ട് അങ്ങോട്ട് എടുത്തേനി. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടോ, ആ തിരക്കിൽ ഓലോണ്ട് എനിക്ക് ചോദിച്ച് സമ്മതം എടുക്കാനൊന്നും കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ അതിന് ശേഷം ഫോട്ടോ വിട്ടുകൊടുത്ത്, അമ്മായി നിങ്ങൾ എന്ത് വള അതിന് കൊടുക്കുന്നത്, എന്താ അത് സംഭവം എന്ന് ചോദിച്ചിട്ട് പിന്നെ വല്ലാത്ത അതാ സംഭവം. എനിക്കൊന്നിനും കട്ടുണ്ടോ നല്ല വേണ്ടാകുക, എന്നാ സ്വകാര്യ. പക്ഷെ അറിയാം, ഓൽക്കറിയാം, ഞാനെല്ലാം പറഞ്ഞിരുന്നു. ഇതാ 1 കഴിഞ്ഞ് രണ്ടാമത്തെ ഇതാ രണ്ടാമത്തേലും ഇതാട്ടോ അടിപൊളി വേരുണ്ടായിട്ടുണ്ട്. വേര് ഞാനിങ്ങനെ പോക്കാണ്ടക്കുക. ഇതാ പ്ലാവിൻ്റെ ഇലയൊക്കെ അങ്ങോട്ട് പഞ്ചറായിട്ട് അതിൻ്റെ അടി കൂടെ വേറെ തയ്യും വരുന്നുണ്ട് കേട്ടോ. എൻ്റെ സമയം തെറ്റിയും തോന്നുന്നു, ഒക്കെ മാറ്റി കുഴിച്ചിടേറ്റ്. ഇതിലൊക്കെ ധാരാളം കരിയില കമ്പോസ്റ്റ് ഇട്ടുണ്ടാക്കിയതായിരുന്നു ഈ ചട്ടി. അപ്പം വേഗം വിളവെടുത്തത് കൊണ്ട് അത് വേഗം കഴിഞ്ഞത് കൊണ്ട് അതന്നെ അങ്ങോട്ട് എടുക്കുക ഞാൻ ഇതിന്. ഇതാ ഇനി ഞാൻ ബാക്കിയുള്ളത് ഞാൻ വെക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇടുന്നത് കാണിക്കുന്നില്ല. ഈ പ്ലാവിൻ്റെ ഇല വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് മൂടിയാൽ മതി, എന്നാൽ പിന്നെ വേഗം എടുക്കാൻ പോസ്റ്റ് ആയിക്കോളൂ. അങ്ങനെ 2 എണ്ണം നട്ടു. വേണേൽ നമുക്കൊന്ന് ഇതിലും നട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒന്ന് നടുന്നുണ്ട്, എൻ്റെ അടുത്തുണ്ട് തൈ.
ഇങ്ങനെ വിജയകരമായിട്ട് എൻ്റെ ഡെയ്സി ടവർ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇതാ അടിയിലൊന്ന് വെച്ചു, മേലൊന്ന്. ഇനി ഞാനിവിടെ എൻ്റെ സ്ഥിരം വെക്കുന്ന സ്ഥലം വേറെ കേട്ടോ. ഞാൻ തൽക്കാലം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സ്റ്റാൻഡ്, പുതിയ സ്റ്റാൻഡൊക്കെ ഫിറ്റാക്കിയിരുന്നല്ലോ. ഇപ്പം ലാസ്റ്റ് അത് നിങ്ങളെ കാണിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടുന്ന് ചെയ്ത് കാണിച്ചു തരുന്നത്. അതോടെ കൈകൊണ്ട് പിടിച്ചൊക്കെ വെക്കുന്നത് അവിടെ ശരിക്കും വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇതാ അങ്ങനെ അടിപൊളി. ഇതൊക്കെ നല്ല വെയിൽ, നാളെ തന്നെ വെയിൽ കൊള്ളട്ടോ, കാരണം ഇതൊക്കെ വേര് പിടിച്ചതാ. അവിടുന്ന് ഒന്ന് ഇങ്ങനെ പൊങ്ങും, ഇതുപോലെ ഇങ്ങോട്ട് വരും. കണ്ടില്ലേ ഡെയ്സി, കണ്ടോ? ഇതേപോലെ വരും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതും പിടിപ്പിക്കാം, ജെറേനിയും. ഇപ്പം ജെറേനിയ അവിടെ നിൽക്കട്ടെ എന്ന് വെച്ച് ഡെയ്സി വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജെറേനിയ ഉണ്ടാക്കാം. പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു അഴകാണല്ലോ, വീടിനൊരു സൗന്ദര്യമാണ്, നമുക്കാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ. പിന്നെ നമ്മൾ അടുക്കളയിലെ പണി എടുത്ത് തളർന്ന് ഒന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഈ പൂക്കൾ ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോൾ നമ്മളെ എല്ലാ ക്ഷീണും പമ്പ കിടക്കും. കണ്ടോ ഈ പൂക്കളൊക്കെ നോക്കി നിങ്ങൾ, ഇതിൻ്റെ ഒക്കെ ഒരു ഭംഗി എൻ്റെ അമ്മോ, എനിക്ക് കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നും ചില സമയത്ത്. പഠിച്ചോൻ്റെ ഓരോ അനുഗ്രഹം നോക്കി നിങ്ങൾ, എന്തെല്ലാം കളർഫുള്ളിലേ. ഇത് കട്ട ചോപ്പ്, ഇതാണെങ്കിൽ വയലറ്റ്, ഇതൊക്കെ ഇതാ ഒരു കൊമ്പേ ഇങ്ങനെ പൊങ്ങിയിട്ടേ പൂവിടുള്ളൂ കേട്ടോ. ഈ ഡെയ്സിയിൽ അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഇനിയുണ്ട് എനിക്ക് ഇത് പുതിയ തൈ, വേറെ തൈ വേര് പിടിച്ചതുണ്ട്. ഇതിൽ ഇത്രേ വേണ്ടു, കാരണം ഇതിലിപ്പം തന്നെ പൂവിടാൻ തുടങ്ങി. കണ്ടോ ശാഖമൊക്കെ ഉണ്ട്, അതിൻ്റെ പ്ലാവിൻ്റെ ഇലയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇതിനായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ടവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ ഫിറ്റാക്കാൻ പോവുകയാണ്. എന്താ എൻ്റെ ടവർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു തരുന്നത് എന്താ അറിയോ, പലതരം പൂക്കളെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ടവർ ഉണ്ടാക്കാം. അവർ പ്രചോദനമായിക്കോട്ടെ, ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. വീട് മൊത്തം അലങ്കരിച്ച രസമല്ലേ, കൊട്ടാരമൊന്നും വേണമെന്നില്ല. വീട് ചെറിയ വീടാണ്, ഇങ്ങനെയുള്ള അലങ്കാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേക രസമാണ്, നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ. പിന്നെ ശുദ്ധവായു കിട്ടും, നല്ല തണലായിരിക്കും, നമുക്കൊരു വ്യായാമമാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. പൂച്ചെടികൾ പിടിപ്പിക്കുന്നത്, നമ്മളെ വീട് തന്നെ ഒരു ഫ്ലവർ ഷോ ആക്കാം. നമ്മൾ ഫ്ലവർ ഷോ കാണാൻ അങ്ങ് ഗുണ്ടിൽപ്പെട്ട എടി പോവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് തന്നെ ഫ്ലവർ ഷോ ആക്കാം. പലതരം പൂക്കൾ കൊണ്ട് ഇങ്ങനെ ടവറാക്കിയിട്ട്, പിന്നെ ബോളാക്കിയിട്ട്, പിന്നെ ബോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും. ഇതാണ് എൻ്റെ ഡെയ്സി ടവർ.